എൻ്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ സംശയമുണ്ടെന്ന്. ഞാൻ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളായിട്ട് ഇടപഴകുന്ന, അതിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല സി പി എമ്മുകാരും ബി ജെ പിക്കാരും മറ്റ് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത ആളുകളായിട്ടൊക്കെ ഇടപെടുന്ന, നിരന്തരം അവരൊക്കെ കാണുന്ന. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകട്ടെ, ഗോപൻ ചോദിച്ച പോലെ ഒരു ചോദ്യം സാധാരണക്കാരായിട്ടുള്ള ഒരാളും ഈ പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ ചോദിച്ചു കേട്ടില്ല. രണ്ടാമത്തത്, എനിക്ക് തോന്നുന്ന ഒരു സംശയം, ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ മേടിക്കാൻ വേണ്ടിയിട്ട് MSC കമ്പനി 13,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ആലോചനകളുമായി ബന്ധപ്പെട്ട് MSC കമ്പനി വരുന്നു. നിങ്ങൾക്കത് താല്പര്യമില്ലേ? MSC കമ്പനി വിഴിഞ്ഞത്ത് വരണ്ടേ? അദാനിയുടെ ഷെയർ അവർ എടുക്കണ്ടേ? 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വിഴിഞ്ഞം തുറമുഖത്തിൽ വരണ്ടേ? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ? ഇനി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള ചർച്ചകളുടെ ഭാഗമാണെന്ന് VN വാസവന്റെ തന്നെ സ്റ്റേറ്റ്മെന്റിലൂടെ, ദേശാഭിമാനി പത്രത്തിന്റെ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇനിയും നിങ്ങൾ വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ബഹുമാനിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിച്ച പോലെ, എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? UDFന്റെ സർക്കാർ ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങൾ അദാനിയെ കുറിച്ചിട്ട് അദാനിയും വി ഡി സതീശനും തമ്മിൽ എന്താ പങ്കു കച്ചവടം എന്ന് പറയുന്നു. അദാനിയെ പാർട്ട്ണർ എന്ന് അഭിസംബോധന ചെയ്തത് മുൻ തുറമുഖ വകുപ്പ് മന്ത്രി LDFന്റെ മന്ത്രി VN വാസവനാണ്. അദാനി ആദ്യമായിട്ട് ഈ രാജ്യത്ത് ഒരു പാർട്ടി ഓഫീസിൽ നേരിട്ട് പോയി സന്ദർശനം നടത്തി സന്ധി സംഭാഷണം നടത്തി പോകുന്നത് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള AKG സെന്ററിലാണ്. 2015 ഡിസംബർ 5-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിസംബർ 5-ാം തീയതി. അടുത്തത്, നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നിങ്ങൾ അത് തള്ളിപ്പറയുന്നു. നിങ്ങൾ തന്നെയാണ് വിഴിഞ്ഞത്ത് കോൺക്ലേവ് കൊണ്ടുവന്ന അന്താരാഷ്ട്ര ഏജൻസികളെയും ഷിപ്പിംഗ് കമ്പനികളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുംകാല വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പരിപാടി നടത്തിയെന്ന് പറയുന്നു. അടുത്തത്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണം വൈകിയത് കൊണ്ട് 49 കോടി രൂപയുടെ റിലാക്സേഷൻ കൊടുത്തത് അവരിൽ നിന്ന് കിട്ടേണ്ട നഷ്ടം വേണ്ടെന്ന് വെച്ച് തീരുമാനിച്ചത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് അദാനിക്ക് കൊടുത്ത സേവനമാണ്. 2055 ഇതിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് 2055 കേരള സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ട വിഴിഞ്ഞം പോർട്ട് അത് 5 വർഷം കൂട്ടി 2060 വരെ ആക്കി കൊടുത്തത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്താണ്. അതുപോലെ തന്നെ ഈ ഇതേ MSC കമ്പനിയുടെ ഒരു ഷിപ്പ് കേരള തീരത്ത് അപകടമുണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക മലിനീകരണം മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് വലിയ ആശങ്കകൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, പൊതുസമൂഹം, പാരിസ്ഥിതിക പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടും ഒരു FIR പോലും ഇടാതെ, ഒരു കേസ് എടുക്കാതെ അവരെ വെറുതെ വിട്ടത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ്. ഇനി ഇതെല്ലാം വിട്ടേക്കാം. വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആലോചന യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ കുടുംബസമേതം ഔദ്യോഗിക യോഗങ്ങളിൽ പങ്കെടുത്ത് ചായയും ബിസ്ക്കറ്റും കഴിച്ച് ഇത് ഞങ്ങളുടെ മാത്രം പദ്ധതിയാണ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ കാലത്തല്ലേ? ഇപ്പോ നിങ്ങൾക്ക് അദാനിയും ഈ വിഴിഞ്ഞം പോർട്ടും ഒക്കെ മോശപ്പെട്ട പരിപാടി, വി ഡി സതീശൻ വന്നതുകൊണ്ട് ഇത് മഹാമോശപ്പെട്ട പരിപാടി. 10 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞത് കടൽ കൊള്ള, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ പറഞ്ഞത് ഈ പരിപാടി നന്നായിരിക്കും, കടൽ കൊള്ളാമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദേശാഭിമാനി വാർത്ത മാത്രമേ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ തെളിയിക്കാൻ ബലമായുള്ളൂ എന്നാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് ഇക്കണോമിക് ടൈംസും മാതൃഭൂമിയുമാണ് എന്ന് പറയുന്നു. അപ്പൊ ദേശാഭിമാനിയുടെ സോഴ്സിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താണ്? അല്ല ദിശ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വി ഡി സതീശൻ കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി പറഞ്ഞത് ദേശാഭിമാനിയിൽ ജൂൺ മാസം 5-ാം തീയതി വാർത്ത വന്നതിന് ശേഷമാണ്, അതായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് MSCയുടെ നിക്ഷേപം വരുന്നു എന്നുള്ള വാർത്ത വന്നതിന് ശേഷമാണ് UDF സർക്കാർ വിഴിഞ്ഞം പോർട്ടിൽ MDയെ നിശ്ചയിക്കുന്നത്. ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ MDയെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇവിടെ UDF സർക്കാർ വന്നതിന് ശേഷമാണ് MSC കമ്പനിയുടെ ഈ ഡീല് നടക്കുന്നത്, ഇതിന്റെ ചർച്ച നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇനി അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് ദേശാഭിമാനിയിൽ അല്ല ആദ്യം വന്നത്, ദേശാഭിമാനിയിൽ 3-ാമതാണ് വന്നതെങ്കിൽ ആയിക്കോട്ടെ, 3-ാമത് വന്നല്ലോ. അങ്ങനെ വന്നപ്പോ സോഴ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ വി ഡി സതീശൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് ഇവിടുത്തെ പ്രശ്നം? MSC കമ്പനി 13,000 കോടി രൂപയുടെ ഓഹരി നിക്ഷേപം അദാനി പോർട്ടിലേക്ക് വിഴിഞ്ഞം പോർട്ടിൽ കൊണ്ടുവരുന്നത് തെറ്റാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവരുടെ പ്രശ്നം? എന്താ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ നിക്ഷേപം വരണ്ടെന്നാണോ പ്രശ്നം? അതോ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതാണോ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കട്ടെ ശ്രീമതി നിഷ, ഞാൻ ചോദിക്കട്ടെ, വി ഡി സതീശൻ മംഗലാപുരത്ത് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിന് പോയ വഴിക്ക് മംഗലാപുരത്ത് പോയ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇവരുടെ സംശയം. ഇവരുടെ സംശയം എന്താണ്? എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ഫേവർ? തിരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, ഒന്നും അല്ലാതിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ആ യാത്ര നടത്തിയത്. അതിന്റെ പേരിൽ
മറ്റാർക്കെങ്കിലും വ്യക്തിപരമായ സ്വകാര്യമായി ഏതെങ്കിലും ഫേവർ ചെയ്തതായിട്ട് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? തെളിവില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് പറയരുത്. ഇങ്ങനെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം കാലിന് വെടിവെക്കുന്ന പോലെയാവും. പക്ഷെ ഞാൻ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്ന ഇതേ അദാനി, ഗൗതം അദാനി 2015 ഡിസംബർ 5-ാം തീയതി AKG സെന്ററിൽ നേരിട്ട് വന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചത്? നിങ്ങൾ എന്ത് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടത്? നിങ്ങൾക്ക് എന്താ കിട്ടിയത്? തിരിച്ച് നിങ്ങൾ എന്ത് ഫേവറാ ചെയ്തത്? ഇത് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. ഗൗതം അദാനി നേരിട്ട് ചെന്ന് കണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓഫീസ് CPM-ന്റെ തിരുവനന്തപുരത്തെ AKG സെന്ററാണ്. എന്തായിരുന്നു അവിടെ നടന്ന ചർച്ച? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. എനിക്ക് മനസ്സിലായത് നിഷ, ഇത്രയും നേരം ശ്രീ ഗോപൻ അടക്കമുള്ള മറ്റു പല ചാനലുകളിലുമുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഗൗതം അദാനി 2015 ഡിസംബർ മാസം 5-ാം തീയതി AKG സെന്ററിൽ പോയ പോലെ ഒരു വട്ടം കൂടി AKG സെന്ററിൽ ചെന്ന് ശ്രീ MV ഗോവിന്ദനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയും പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ജൂൺ മാസം 2-ാം തീയതി 3-ാം തീയതി ഒക്കെ മറ്റ് പത്രങ്ങളിൽ വാർത്ത വന്നു എന്ന് ഗോപൻ എന്നോട് പറഞ്ഞു. ഗോപ, ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ശ്രീ ഗോപനോട്, ഞാൻ ആ വാർത്തകൾ കണ്ടിട്ടില്ല. 5-ാം തീയതി നിങ്ങളുടെ ദേശാഭിമാനിയിൽ വന്ന വാർത്തയും കണ്ടിട്ടില്ല. പിന്നീട് ഇത് വലിയ വിവാദമായപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പരിശോധിക്കുന്നത്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം തിരിച്ചു ഗോപനോട് ചോദിക്കട്ടെ. VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പാണല്ലോ നിങ്ങൾ ആരോപിക്കുന്ന യാത്ര നടത്തിയത്. അപ്പോ 2-ാം തീയതി 3-ാം തീയതി മറ്റ് പല പത്രങ്ങളിൽ വരികയും 5-ാം തീയതി നിങ്ങളുടെ തന്നെ സ്വന്തം പാർട്ടി പത്രത്തിൽ വരികയും ചെയ്തിട്ടും അത് LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമാണെന്ന് അച്ചു നിരത്തിയിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലേ VD സതീശന്റെ യാത്രയുടെ പ്രതിഫലനമാണ് ഇതെന്ന്? അപ്പൊ പിന്നെ നിങ്ങൾക്ക് അന്നില്ലാത്ത പരാതി ഇപ്പൊ വരുന്നത് എങ്ങനെയാണ്? അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അടുത്തത്, വിദേശ നിക്ഷേപം വരുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യും. നിങ്ങൾ ഒരുപാട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. ഞാൻ അത് പറയുന്നില്ല. 2 കാര്യം ഓർമ്മിപ്പിക്കാം. കരുണാകരന്റെ കാലത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളുമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്റെ നെഞ്ചത്തു കൂടിയാണ് വിമാനം ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ S ശർമ്മ ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഗവേണിംഗ് ബോഡിയിലെ മെമ്പർ ആയിരുന്നിരുന്നു. ഒരുപാട് സഖാക്കന്മാർക്ക് അവിടെ നിയമനം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കരുണാകരന്റെ കാലത്ത് MV രാഘവന്റെ കാലത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ സഹകരണ മേഖലയിൽ സ്വാശ്രയ കോളേജ് കൊണ്ടുവരുന്ന മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോ നിങ്ങൾ 5 പേരെ വെടിവെച്ച് കൊല്ലിക്കാനുള്ള വഴിയും കൊടുത്തു. ഒരാളെ പുഷ്പനെ പിന്നീടും കൊലക്കി കൊടുത്തു. അതിനുശേഷം അവിടുത്തെ ഭരണസമിതിയിൽ നിങ്ങളാണ്. നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാർ അവിടുത്തെ ജോലിയിൽ പ്രവേശിച്ചു. നിങ്ങളുടെ സഖാക്കന്മാർ അവിടെ പഠിക്കാനും ജോലിക്കും മറ്റ് കൊള്ളയടിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശ നിക്ഷേപത്തെ കുറിച്ചിട്ടും സ്വകാര്യ നിക്ഷേപത്തെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഇരട്ട നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കണ്ടതാണ്. പുഷ്പൻ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു നിങ്ങൾ വിദേശ സ്വകാര്യ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ചരിത്രമൊക്കെ എന്നെ കൊണ്ട് ഒരുപാട് പറയിപ്പിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. നിഷ, എനിക്ക് അതിൽ 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട പ്രശ്നം, മുതലപ്പുഴയിലെ അപകടങ്ങൾ നിരന്തരമാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അവിടെ വലിയ സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി വിഭാവനം ചെയ്ത ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ കരാർ ഒപ്പിട്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചത് പ്രകാരമുള്ള അവർക്കുള്ള നഷ്ടപരിഹാരങ്ങളും അവർക്കുള്ള സമാശ്വാസങ്ങളും ഒക്കെ കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരുപാട് മനുഷ്യർ സിമന്റ് ഗോഡൌണിൽ അടക്കം കിടക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ സമരത്തിന് പിന്തുണ കൊടുക്കേണ്ടത് അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അതിന്റെ അർത്ഥം വിഴിഞ്ഞം തുറമുഖം വരണ്ട എന്നല്ലായിരുന്നു. അന്നും ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിനെ വിട്ട് അടിച്ചത് കൂടാതെ BJPയോടൊപ്പം കൈകോർത്ത് പിടിച്ച് അദാനിക്ക് പിന്തുണ കൊടുത്തത് പിണറായി വിജയന്റെ പാർട്ടിയാണ്, സർക്കാരാണ്. എന്നിട്ടാണ് നിങ്ങൾ പാർട്ണർ എന്ന് വിളിച്ചത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിഷയുടെ ചോദ്യത്തിലേക്ക് വരാം. MSC ഒരു മോശപ്പെട്ട കമ്പനിയാണെന്നാണ് ഗോപൻ ഈ ചർച്ചയിൽ 2-ാം ഊഴത്തിൽ പറഞ്ഞത്. MSC അത്ര നല്ല കമ്പനിയല്ല. എന്താ കാരണം? MSC മറ്റേ മയക്കുമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട ഷിപ്മെന്റുകൾ കേസുകളിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഗോപ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റേ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടുള്ളതിൽ 99% കണ്ടെയ്നർ ഷിപ്മെന്റുകളും MSCയുടെ ആയിരുന്നു. നിങ്ങൾ എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? ഇതേ MSC എൽസ 3 എന്ന് പറഞ്ഞ ഷിപ്പ് കേരള തീരത്ത് അപകടത്തിൽപ്പെട്ടിട്ട് പാരിസ്ഥിതിക ആഘാതവും മറ്റു പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിരന്തര സമരങ്ങൾ ഉണ്ടായിട്ട് 2025 മെയ് മാസം 25-ാം തീയതി അപകടം ഉണ്ടായിട്ട് നിരന്തര സമരവും പ്രതിപക്ഷ സമരങ്ങളും മാധ്യമ വാർത്തകളും കണ്ട അവസാനം നിങ്ങൾ ജൂലൈ മാസം 25-ാം തീയതിയാണ് ഒരു പെറ്റീഷൻ പോലും ഫയൽ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്തിനാ MSCയെ സംരക്ഷിച്ചത്? ഇനി ഒരു കാര്യം കൂടി, ഈ മോശപ്പെട്ട MSC ആണെന്ന് മുൻകാല അനുഭവം നിങ്ങൾക്കുണ്ടായിട്ട് VN വാസവൻ എന്തിനാ MSCയും അദാനിയും തമ്മിലുള്ള
ആ ചർച്ചകളുടെ സാന്നിധ്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്? VM വാസവൻ അന്ന് ഇറങ്ങിപ്പോയി കൂടായിരുന്നോ? MSC ഒരു മോശപ്പെട്ട കമ്പനിയാന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ ഇങ്ങനെ സ്വന്തം കാലിൽ വെടിവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വൈകിട്ട് വന്നിരുന്ന് ഇങ്ങനെ പറയരുത് ഓരോ കാര്യം. നിങ്ങൾക്ക് ഇത്രയും കാലം 2015 ഇത് കടൽ കൊള്ളയായിരുന്നു. അതിനുശേഷം 16 തൊട്ട് 26 വരെ നിങ്ങൾക്ക് കടൽ കൊള്ളാം എന്നുള്ള രീതിയായി. പിന്നീട് നിങ്ങൾ പറയുന്നു കടൽ ഒട്ടും കൊള്ളില്ല. ഞാൻ ചോദിക്കട്ടെ നിഷ, ഇവിടെ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്? എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കേണ്ടത്? എന്താണ് സംസ്ഥാന സർക്കാർ എടുക്കേണ്ട നടപടിയെന്ന് ഗോപൻ ഒന്ന് പറഞ്ഞു തരൂ. VD സതീശൻ എന്ന കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രിക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യമാണെന്നല്ലോ നിങ്ങൾ പറയുന്നത്. ആ അറിയാൻ മേലാത്ത കാര്യം 10 വർഷം തുറമുഖ വകുപ്പ് ഭരിച്ച അദാനിക്ക് വേണ്ടിയിട്ട് എല്ലാ വിടുതലും ചെയ്തു കൊടുത്ത പിണറായി വിജയന്റെ പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടുള്ള ഗോപൻ ഒന്ന് പറഞ്ഞു തരൂ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം. അദാനി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അദാനി പോർട്ട് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഗവൺമെന്റ് ഒരു തുടർച്ചയാണ്. സ്വാഭാവികമായിട്ട് ഇത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണ് കാണുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ LDF സർക്കാരിന് ശേഷം UDFന്റെ പുതിയ സർക്കാർ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനു മുമ്പത്തെ സർക്കാരുമായിട്ട് അവർ അത്തരത്തിലുള്ള സംസാരങ്ങളും കത്തിടപാടൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ പുതിയ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രി, തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹത്തോടോ അദ്ദേഹത്തിന്റെ വകുപ്പിനോടോ അല്ലെങ്കിൽ ഈ സർക്കാരിനോടോ അദാനി കമ്പനി ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ അറിയിപ്പ് നടത്തിയിട്ടില്ല. ഈ വിവാദങ്ങളും വാർത്തകളൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള അറിയിപ്പ് നടത്തിയത്. അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതിന് പുറത്ത് പ്രതിപക്ഷ നേതാവ് ചെയ്ത പോലെ സെബിക്ക് ഒരു കത്ത് എഴുതിയാൽ മതിയോ? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ പോയിന്റ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ അതങ്ങ് ചെയ്തേക്കാം. ഇവർ 10 വർഷം ഭരിച്ചതിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നല്ലേ, നല്ലതാണെങ്കിൽ നമുക്കങ്ങ് സ്വീകരിക്കാമല്ലോ. അതാണ് ഇവർ പറഞ്ഞു തരേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെയുള്ള ഒരു വഴി കുറെ വാരിക്കുന്തമായിട്ട് കുറെ ആളുകളെ അദാനിക്കെതിരെ എറിഞ്ഞു വീഴ്ത്താൻ വിട്ടുകൊടുക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇക്കാര്യത്തില്? 2 കമ്പനി തമ്മിലുള്ള കരാറിനെ തുടർന്ന് മാസപ്പടി വാങ്ങുന്ന പോലെ ഉള്ള പരിപാടിയല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? മുഖ്യമന്ത്രി ഇനി എന്താ ചെയ്യേണ്ടായിരുന്ന? 8 അട്ടി വെച്ച പോലെ എന്ന് പറയണമായിരുന്നോ? അല്ലെങ്കിൽ ഇതിനു മുമ്പ് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഏതെങ്കിലും പ്രസ്താവന പറഞ്ഞാൽ മതിയായിരുന്നോ? അദ്ദേഹം ഇന്ന് ചോദിച്ചത് കേരളത്തിലെ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടർമാർ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറു ചോദ്യങ്ങളും ചോദിച്ചു. അതിനുശേഷം അവർക്കൊരു ഉത്തരവില്ല. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രശ്നം? നിങ്ങൾ ആപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് നിങ്ങളിപ്പോ ജനങ്ങൾ പുറത്തിരുത്തിയേക്കുന്നത്. 10 വർഷം നിങ്ങൾ കേരളത്തിന് ആപ്പ് വെച്ചത് കൊണ്ടാണ് ഗോപാൽ സർക്കാർ വന്നതിന് ശേഷം എന്താണ് വിഴിഞ്ഞ പോർട്ടിന്റെ കാര്യത്തിൽ അയോഗ്യത എന്താണ്? കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ ആയതുകൊണ്ടാണോ? ഒരു പോയിന്റ് എനിക്കുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ ഭാര്യമാരെ നിയമിക്കാനല്ല ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ശ്രീ ഗോപൻ, തുറമുഖം കൈകാര്യം ചെയ്ത ഒരു IAS ഓഫീസറെ മാറ്റിയതിൽ CPM ജില്ലാ സെക്രട്ടറി ഇറിറ്റേഷൻ എന്താന്ന് പറയുന്നത് നിലവാരമില്ലായ്മ ചർച്ച ചെയ്യണ്ടേ? അതാ നിങ്ങൾ ചർച്ച ചെയ്യണ്ടേ? മറ്റ് പല IAS ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഈ ജില്ലാ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു കണ്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി ഉയർത്തിക്കാണിച്ച കാര്യം. പങ്കെടുത്തതിന് കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു.